ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള നാരങ്ങച്ചാറാണ്. അതിന് നമ്മൾ ആദ്യം നാരങ്ങ ഉപ്പിലിട്ട് വെക്കണം. ഞാനിവിടെ ഒരു 25 ദിവസം ഉപ്പിലിട്ട നാരങ്ങയാണിത്. ഒരു 22 നാരങ്ങയുണ്ടിത്. ആദ്യം തന്നെ നാരങ്ങ നല്ലവണ്ണം കഴുകി തുടച്ച് തീരെ വെള്ളമില്ലാതെ തുടച്ച് വൃത്തിയാക്കി വെക്കുക. ശേഷം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കഷ്ണങ്ങളാക്കി മാറ്റുക. അതിനുശേഷം നല്ലവണ്ണം കഴുകി ഉണക്കിയെടുത്ത കുപ്പിയിൽ ആദ്യം ഒരു 2 പിടി നാരങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ പൊടിയോ കല്ലുപ്പോ എന്താണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക. വീണ്ടും അതുപോലെ ചെയ്യുക. ലാസ്റ്റ് മുകളിലായും അതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലായി ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ശേഷം കുപ്പിയുടെ അടപ്പിട്ട് നല്ലവണ്ണം കുലുക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ദിവസവും ഒരു നേരമെങ്കിലും കുലുക്കി യോജിപ്പിച്ചു കൊടുക്കുക. നല്ല നീരുള്ള നാരങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ ചെയ്താൽ 10-25 ദിവസമാകുമ്പോഴേക്കും നാരങ്ങ നല്ല സോഫ്റ്റായി വരും. ഇനി എങ്ങനെ നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു 20 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്, ഒരു 3 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് കായം, മുളക് പൊടി, വിനാഗിരി, നല്ലെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായത്. ആദ്യം നമുക്ക് മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പിലും കൂടുതൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും നന്നായി വഴറ്റി കൊടുക്കുക. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നന്നായി മൂത്തിട്ടുണ്ട്. ഇനി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത മുളക് ചേർത്ത് കൊടുക്കാം. അച്ചാറെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലൊക്കെ കപ്പലോടിക്കാനുള്ള വെള്ളം കാണും. ഇതുണ്ടാക്കുന്ന മണവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. മുളക് അധികം കരിയാൻ പാടില്ല, ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം അതേ ചൂടിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് അതിൽ കിടന്ന് തിളച്ചോളും. അവസാനം നമുക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരും ടേസ്റ്റ് ചെയ്ത് നോക്കണം, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിലിട്ട് വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ടേസ്റ്റ് നോക്കി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അച്ചാർ വളരെ കാലം ചീത്തയാവാതെ നിൽക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി അച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ. വളരെ ടേസ്റ്റിയായ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക.